അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൂട്ട് ഡേ ആണല്ലോ. അപ്പോൾ പ്രഗ്നൻസി റിവീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളും ചെയ്തിട്ടില്ല, അല്ല ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യാനും കാര്യങ്ങളും പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷൂട്ട് ഉണ്ടോ? ഇപ്പോൾ കൂടുതൽ വീട്ടിൽ നിന്നൊക്കെ എടുക്കണം. അതായത് പറ്റുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് മാക്സിമം എടുത്തിട്ടാണ് വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒന്നാമത് പുറത്തു പോയി എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാം സെറ്റായി. ഞങ്ങൾ ഫസ്റ്റിന് മേക്കപ്പും കാര്യങ്ങളൊന്നും കാണിക്കാണ്ട് എല്ലാം റെഡി ആയിട്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഇറങ്ങണം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് വാവിച്ചിൻ്റെ കോസ്റ്റ്യൂം കേട്ടാ. ഏകദേശം എന്താണ് ഷൂട്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ചിങ്ങടും നേരത്തെ ഉറങ്ങിയാണ്, പക്ഷേ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആൾ എണീറ്റു. അപ്പോൾ അതിൻ്റെ ഒരു മപ്പാണ്, എണീക്കും. പിന്നെ ലോങ് ടൈം അമ്മ വന്നു ഷൂട്ടിങ് അല്ലേ അമ്മ? അതെ, അല്ല അമ്മയ്ക്ക് കുറേ ആയി നിന്നതുകൊണ്ടൊരു മടിയാ തോന്നുന്നു. ചമ്മല് വന്നിപ്പോ. അതെ, അതായത് ചേച്ചിയും അവര് പോയതിന് ശേഷം പിന്നെ അമ്മ ഇപ്പോൾ കണ്ടിന്യൂ നമ്മൾ പോണോടേക്ക് വരാൻ ഞങ്ങൾ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ ചിങ്ങടൂരിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ചിങ്ങടൂർ എണീക്കുന്ന സമയത്ത് ചിങ്ങടൂർ ഫുഡ് കൊടുക്കാമല്ലോ. പിന്നെ ഞങ്ങൾ ഓൾറെഡി കഴിച്ചു അല്ലേ. പിന്നെ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചിട്ടുണ്ട്, അവൻ നേരെ അങ്ങോട്ട് വരും. അപ്പോൾ ഷൂട്ട് എവിടെയെന്ന് പോയിട്ട് കാണിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തിയില്ലോ. അപ്പോൾ കോട്ടയിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. കോട്ടയിൽ ഷൂട്ട് ചെയ്തിട്ട് കുറേ ആയില്ലേ. ഞങ്ങൾ ഇവിടെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കവയിലായിരുന്നു. പിന്നെ അവിടെയും ഷൂട്ട് ചെയ്തിട്ട് കുറേ. ഞങ്ങൾ ഔട്ട്ഡോർ പുതിയ ഷൂട്ടിങ് കുറച്ച് ദിവസം ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും കോട്ടയിലാണ്. ഈ ഒരു ഷൂട്ട് ഞങ്ങൾ ഓൾറെഡി മുന്നേ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ കോസ്റ്റ്യൂംസ് ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡിലേ പോയതാണ് ഗൈസ്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഫോട്ടോഗ്രാഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോഗ്രാഫറിനെ പോസ്റ്റ് ആക്കുന്നത് ഞങ്ങളെ പോസ്റ്റ് ആക്കി. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആള്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴൻ്റെ ഒരു ഇതുണ്ട്, കോൾഡ്. ചില മഴ പെയ്തപ്പോൾ കുഴപ്പമില്ല. മഴ പെയ്ത് നിർത്തി ചെയ്യാൻ പറ്റുള്ളൂ. ചിങ്കിടുവാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തോടെ ഉറക്കൊന്നും എണീറ്റിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എണീച്ചു. എന്നിട്ട് ലാസ്റ്റ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങിയത്. ഇപ്പോഴാണ് ഞങ്ങളുടെ ലൈഫിൽ ഒന്നും ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നീ എനിക്ക് ശരിയാവും, ഓക്കെ ആവും. പൊന്നേ എന്റെടാ എണീച്ചിട്ടോ. മെല്ലെ കണ്ടുപോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ നല്ല ക്രൗഡ് ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാറി ഇപ്പോൾ എന്താ പറയുക, തമിഴ്നാട് ബോർഡർ എത്തിയിട്ടുണ്ട്. ഒരു പ്ലേസ് കാണിച്ചു കേട്ടാ. അപ്പോൾ ഇതാണ് പ്ലേസ്, പുതിയ ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോഗ്രാഫറൊക്കെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്നു കേട്ടോ. ചിങ്കിടുവിനെ അവിടെ ഡ്രസ്സ് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിങ്കിടു എണീറ്റു. അപ്പോൾ ഇതണ്ട ഇവിടെ ഒരാൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഹായ് പറ. ഹായ്. തിരക്കിനിടയിൽ ഹായ് ഒക്കെ തരുന്നുണ്ട് ആള്. ഒരു ഹായ് പറയൂ. ഹായ്. എടുക്ക, ഫോട്ടോ എടുക്ക പൊന്നോ, ഫോട്ടോ എടുക്ക. നല്ല കാറ്റില്ലേ ഗൈസ്. അപ്പോൾ ഷൂട്ടിങ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ചിങ്കിടുവിനെയാണ് എടുക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ARM മൂവി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളെല്ലാം ഫിനിഷായി. മേക്കപ്പിലാണ്. ചിങ്കിടു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കിടന്നിട്ട് തന്നെ അങ്ങനെ ഉറങ്ങിയില്ല അമ്മ. ഇവിടെ പക്ഷേ ഇല്ല, ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വലിയ ടയർഡും കാര്യമൊന്നും ഇല്ലല്ലോ. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും ടയർഡും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത്. മുടി നല്ല സീനാണ്. കുഴപ്പമില്ല, അതിന് ഓപ്പോസിറ്റ് നിന്നിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അവിടെ ഞങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഷൂട്ടുകൾ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. മോണോയിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഫോട്ടോഗ്രാഫർ ഞങ്ങൾ ഒപ്പം ഒരു വണ്ടി തന്നെ വന്നു. അപ്പോൾ ആളുടെ വണ്ടിൻ്റെ അടുത്ത് വിടണം. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഷൂട്ട് ചെയ്തത് തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ അവിടെ മഴയുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കേരളം ബോർഡർ കയറിയത് ഫുള്ള് മഴ ചെയ്യും. ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പുതുനഗരത്താണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ചിങ്കിടും ഉറക്കത്തിൽ തന്നെ. ചിങ്കിടുവിനും എല്ലാം അമ്മേനെയും ഞാൻ മേടിക്കണം. കാരണം ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അമ്മയ്ക്ക് കുട്ടീനെ എടുത്ത് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇറങ്ങി ഞാൻ എടുക്കാം. പാടി തങ്ങോ.
പാവല്ലേ. കുട്ടി കയ്യിൽ കിടന്നിടന്ന് അങ്ങനെ ഉറങ്ങി. ഇവിടെ ഒരാള് തിരക്കിലാണ്. ഒരാൾ എണീറ്റ് കിടക്കുന്നതാ. ഉറങ്ങിയാ? അമ്മയ്ക്ക് ബിരിയാണി അല്ലേ? ബിരിയാണി മാത്രമല്ലേ? ബിരിയാണി മാത്രമാണോ? 4 ബിരിയാണി. എന്താണ് ചിക്കൻ അല്ലേ? 3 ചിക്കൻ അല്ല 2 ചിക്കൻ, 1 ബീഫ്, 1 മട്ടൻ. എന്താ വേണ്ടി? ഉണ്ടല്ലോ. ആ വേണ്ട, ചില്ലി അത് വേണ്ട. ജ്യൂസ് ഉണ്ടോ? നൈസ്. അപ്പോൾ ഞാൻ മട്ടൻ ബിരിയാണി, ഇവിടെ ബീഫ്, അമ്മയ്ക്കും ആവശ്യിക്കും ചിക്കൻ ബിരിയാണി കേട്ടാ. ഇപ്പോൾ ചിക്കൻ മാത്രമേ ഉള്ളത്, അതിൽ ബീഫ് മട്ടൻ അങ്ങനെ വ്യത്യാസമുള്ളൂ അല്ലേ? ഫുഡ് വന്നിട്ടാ. അതെ, അത് ബീഫ്. ഞാൻ മട്ടൻ കഴിക്കുന്ന കൊണ്ട് കുറേ ആയിട്ടാ. കഴിക്കട്ടെ? ഗൈസ്, അങ്ങനെ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു കൂടെത്തിയില്ലേ? ഇപ്പൊ എത്രയാ സമയം? 4 മണി, 5 മണിയാ? 5 മണിയായി. അതെ, ഞങ്ങൾ രാവിലെ 8 മണിക്ക് 8:30 ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ വീടെത്തുന്നത്. അതായത് ഷൂട്ട് നമ്മൾ അവിടെ എത്തി ആ ഒരു ടൈമും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്ന ചിലപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ ആയിരിക്കും. പക്ഷെ ബാക്കി മേക്കപ്പ്, അതുപോലെ തന്നെ ട്രാവലിങ് കാര്യങ്ങൾ, ഫുഡ് കഴിക്കാൻ പോകുന്നത് എല്ലാം കൂടിയിട്ട് തന്നെ അത്യാവശ്യം ഒരു ദിവസം മൊത്തം അതിന് പോയി. ഇന്നൊന്നാമത് എനിക്ക് നല്ല ടൈം ആവശ്യമില്ല. എന്താണ് അവസ്ഥ? ആവശ്യമില്ല. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിന്ന് അധികം കുഴപ്പമില്ല ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് നല്ല ടയേർഡ്, നല്ല ഉറക്കം വരുന്ന വഴിക്ക് ഉറക്കം വന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മെല്ലെ വന്നതല്ലേ. പിന്നെ കളിക്കാൻ പറ്റുന്നുള്ളൊരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാ ഡാൻസും കുഴപ്പമില്ല. പക്ഷെ എനിക്കിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കത് കുറച്ച് കളിക്കാനൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കളിക്കാൻ പറ്റുമോ? അതെ, അത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഇപ്പോൾ കുറേ ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വീഡിയോസും കാണില്ല, പുറത്ത് ഡാൻസ് ഞങ്ങൾ അധികം എടുക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് വായിച്ചിട്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് സിമ്പിളാണ്, നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു ഇതാക്കി. അതെ, ഫൈനൽ ഔട്ട് വരുന്ന ഞങ്ങൾ കമന്റ് ചെയ്യുക അല്ലേ? അതെ, അപ്പൊ എന്തായാലും നന്നായിരിക്കും. ഞങ്ങൾ എടുത്തതിൽ കുറച്ച് കംഫർട്ട് ആണല്ലേ ഞങ്ങള്. ഇനി ഔട്ട് വരുമ്പോ എന്താ അവസ്ഥ എന്നറിയില്ല. നമ്മളവിടെ നോക്കിയ സമയത്ത് എല്ലാം ഓക്കെ ആണ്. പ്ലേസ് മാറിയേണ്ടി വരുന്നു. പക്ഷെ ആ പ്ലേസിൽ പോയത് നന്നായി. എന്താ വെച്ച് കഴിഞ്ഞാല് സമാധാനത്തോടെ എടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ അത് തമിഴ്നാട് ബോർഡറാണ് വരുന്നത്, അവിടെ മഴയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിൽ കയറിയത് നല്ല മഴ അല്ലേ? അതെ, അതായത് ടൈമും ഞങ്ങളവിടെ നിന്ന് നമുക്ക് ഒരുപാട് മുഷിപ്പ് അടിച്ചില്ല, കുഴപ്പമില്ല. ഷൂട്ട് ചെയ്ത് കുറച്ച് ടയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം നല്ല ഈ ഇനിയിപ്പോൾ വീട്ടിൽ ഫ്രഷ് ആവും. പിന്നെ അമ്മ അവിടെ ഉണ്ടിട്ട് അമ്മ ചോറ് വയ്ക്കേണ്ട പരിപാടിയിലാണ്. ഇനിയിപ്പോൾ അമ്മനെ കൊണ്ട് വിടും. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ഒക്കെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ടിട്ടാ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.